ആർക്കെങ്കിലും പനി എന്ന് പറഞ്ഞ രോഗമാണ്, ഉടനെ മരുന്ന് കഴിച്ച് ചൂട് കുറക്കണമെന്ന് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് വിവരം തരികയാണെങ്കിൽ എന്നോട് പറയണം, അന്നത്തോണ്ട് ഞാൻ ഈ പണി നിർത്തിക്കോളാം. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അവരെ നമുക്ക് കൊലയാളികൾ എന്ന് വിളിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ചികിത്സയാണ് അവർ ചെയ്യുന്നത്. മെഡിക്കൽ ടെക്സ്റ്റുകളിലെ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റുകളിലെ ചികിത്സയല്ല അവർ ചെയ്യുന്നത്. നമ്മളെ നശിപ്പിക്കുക, നമ്മുടെ ശരീരങ്ങളെ നശിപ്പിക്കലാണ് ചെയ്യുന്നത്. ഇവരെ ആരാണ് പനിക്ക് പാരാസിറ്റമോൾ കൊടുക്കാൻ പഠിപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരാണ് പനി രോഗമാണെന്ന് പറയാൻ ഇവരെ പഠിപ്പിച്ചത്? ഏത് മെഡിക്കൽ ടെക്സ്റ്റാണ്? ഒരു പനിക്ക് നിങ്ങൾ പാരാസിറ്റമോൾ കഴിക്കുന്നതോടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ട്രാക്ക്, ഇൻറ്റേർണലായിട്ടുള്ള ട്രാക്ക് മാറി. ഇനി 2-3 കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങളുടെ ശരീരത്തിൽ ഗ്യാസ് ട്രബിളുണ്ട്, നെഞ്ചെരിച്ചിലുണ്ട്, പൊടിച്ചത് കെട്ടലുണ്ട്, അസിഡിറ്റി ഉണ്ട്. ഈ അസിഡിറ്റിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നാൽ കിട്ടുന്ന മരുന്ന് എന്താണ്? അൻറ്റാസിഡാണ്. ആ അൻറ്റാസിഡ് എന്താ ചെയ്യുന്നത്? അതിൽ നല്ലൊരു ശതമാനവും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററാണ്. ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, തടഞ്ഞു വെക്കുകയാണ്. കാൽഷ്യത്തിൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഹൃദ്രോഗത്തിൻ്റെ മരുന്ന്, BP മരുന്നുകൾ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ ശരീരം ഉണ്ടാക്കുന്ന സ്രവങ്ങൾ തടഞ്ഞു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അഭാവം കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം തോന്നും. പക്ഷെ തടഞ്ഞു വെച്ചത് കൊണ്ടുള്ള മറ്റവയവങ്ങളുടെ ഗതികേടുകൾ പുറകെ വരും. പ്രകൃതി ചികിത്സയിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നതും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അലോപ്പതിയിൽ ചെയ്യുന്നതും പ്രകൃതി ചെയ്യുന്നതും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. അയൺ ഗുളികയുടെ കുറവ്, അയണിൻ്റെ കുറവ്, ഇരുമ്പിൻ്റെ കുറവ്, അവർ ഇരുമ്പ് ഗുളിക തരും. അത് കഴിച്ചാൽ പെട്ടെന്ന് ഇരുമ്പിൻ്റെ കുറവ് മാറി HP കൂടും. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പ്രകൃതി ചികിത്സയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഇലക്കറികൾ തരും, ബീറ്റ്റൂട്ട് തരും, റാഡിഷ് തരും, വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും വേറെയും തരും. അക്കൂട്ടത്തിൽ നെല്ലിക്ക, ചെറുനാരങ്ങ പ്രത്യേകം തരും. കാരണം ശരീരത്തിന് അയൺ ഇതിൽ നിന്ന് എടുക്കണമെങ്കിൽ വൈറ്റമിൻ C ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ തരുന്നത്. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കും ബ്ലഡ് കൂടാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുളികയ്ക്ക് പോകാം. ആ ഗുളിക കഴിക്കുന്നുള്ള മലബന്ധം, എപ്പിക് ഗ്യാസ്ട്രിക് പെയിൻ, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, എ മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, ഇതുപോലുള്ള നിരവധി ദോഷഫലങ്ങളോടൊപ്പം നിങ്ങൾക്ക് ചെറിയൊരു മെച്ചം കിട്ടും. അതേസമയം നിങ്ങൾ പ്രകൃതി രീതിയിലേക്ക് വരികയാണെങ്കിൽ ഒരു 10-12 ആരോഗ്യ മെച്ചം, തിളങ്ങുന്ന ചർമ്മം, തിളങ്ങുന്ന കണ്ണുകൾ, അങ്ങനെയുള്ള വലിയ മെച്ചത്തോടൊപ്പം നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂടി കിട്ടും. ഏതാണ് വേണ്ടത്?